അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ പടം ടൊവിനോന്റെ ഐഡന്റിറ്റി കണ്ടു. ഒരു സീറ്റഡ് ത്രില്ലർ പടം നല്ലത്, അത്യാവശ്യം വാച്ചബിൾ ആയിട്ട് പോണ ഫസ്റ്റ് ഹാഫ്. വലിയ ഹൈ മൊമെന്റ്സ് ഒന്നും തരാൻ പറ്റിയെങ്കിലും മോശമാക്കാതെ പോയി ഫസ്റ്റ് ഹാഫ് തോന്നുമ്പോൾ എന്തൊക്കെയോ ഡിഫറൻറ്റ് സംഭവങ്ങൾ ഈ സിനിമയിലെ കൺസെപ്റ്റ് ആയിട്ട് വരും തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ വലിയ പുതിയൊന്നും എനിക്ക് തോന്നിയില്ല. സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് വലിച്ച് നീട്ടണ പോലെ തോന്നി. ഒന്ന് ഡ്രീം ചെയ്താൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടിയാണ്. മൈക്കി മൈസും ഡയറക്ഷൻ ഒക്കെ നൈസ് ആയിരുന്നു കേട്ടോ. പടത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ നെഗറ്റീവ് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് പേരുടെ പേര്, അവരുടെ കണക്ഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവണ പോലും ഇല്ല. ഒരൊറ്റ കൺസെപ്റ്റിൽ നിൽക്കാണ്ട് വേറെ കൺസെപ്റ്റിലേക്ക് പോകുന്നുണ്ട്. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതെന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ടാകണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പെർഫോമൻസ് വെച്ച് ടൊവിനോക്കെ നൈസ് ആയിരുന്നു, അതുപോലെ വിനയറായും. പക്ഷെ തൃഷേനെ പോലെ ഒരു ആക്ട്രസിനെ തമിഴിൽ നിന്ന് ഇവിടെ വന്ന് കൊണ്ട് ചെയ്യിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടറോ തൃഷ തന്നെ ചെയ്താൽ ശരിയാവും തോന്നിയ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. ജേക്സ് ബിജോന്റെ മ്യൂസിക്കും അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഹൈ മൊമെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റ് ചെയ്ത് വെച്ച സംഭവം കാണുമ്പോൾ നമുക്ക് കയ്യടിക്കാനോ ഒരു വാവ് ഫാക്ടർ നമുക്ക് അവിടെ ഫീൽ കിട്ടിയില്ല. അവർ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവും, മേക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എടുത്തു വെച്ചപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് 40 മിനിറ്റ് അത്യാവശ്യം വലിയൊരു വാവ് ഫാക്ടർ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ വന്നു പോകണമെങ്കിലും അതും അത്ര സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഈ ടീമിന് മുമ്പത്തെ ഫോറൻസിക് ഒരുപാട് പേർക്ക് വർക്കായില്ല, ഒരുപാട് പേർക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം തിയേറ്ററിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമ തന്നെയായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ എത്തിയപ്പോഴാണ് എനിക്ക് അത്ര താല്പര്യം ആവാഞ്ഞത്. എനിക്ക് അത്യാവശ്യം കണ്ടോണ്ടിരിക്കാൻ തോന്നിയ ഫസ്റ്റ് ഹാഫും ഒന്നുകൂടി ഒന്ന് ഡ്രിം ചെയ്ത് സെറ്റ് ആകാൻ തോന്നിയ സെക്കൻഡ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോളൂ.